കൽപ്പാത്തിയിൽ രഥപ്രയാണം അല്പസമയത്തിനകം ആരംഭിക്കും. വൈകിട്ട് 6 മണിക്കാണ് ദേവരഥ സംഗമം. ഗ്രാമപ്രദക്ഷിണം നടത്തി 5 രഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിക്കും. വലിയ തിരക്കാണ് അഗ്രഹാര വീഥികളിൽ അനുഭവപ്പെടുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പറയൂ വിശേഷങ്ങൾ. കൽപ്പാത്തിയിൽ രഥപ്രയാണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുള്ള ഒരുക്കത്തിലാണ്, വലിയ ആവേശത്തിൽ തന്നെയാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഭക്തരെല്ലാവരും. വൈകിട്ട് 6 മണിക്കാണ് ദേവരഥ സംഗമം. ഗ്രാമപ്രദക്ഷിണം നടത്തി 5 രഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിക്കും. വലിയ തിരക്കാണ് അഗ്രഹാര വീഥികളിൽ അനുഭവപ്പെടുന്നത്. കൃത്യം 6 മണിക്ക് തന്നെ ഉണ്ടാകും. ദേവരഥങ്ങൾ വലിക്കാൻ സാധിക്കുന്നത് തന്നെ ഒരു പുണ്യം എന്ന് തന്നെയാണ് എല്ലാ ഭക്തരും കരുതുന്നത്. അതനുസരിച്ച് എല്ലാവരും അഗ്രഹാര വീഥികളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കൽപ്പാത്തിയിൽ രഥപ്രയാണം അല്പസമയത്തിനകം ആരംഭിക്കും. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, വൈകിട്ട് 6 മണിക്ക് ദേവരഥ സംഗമമാണല്ലോ. എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും അവിടെ പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം ഇത് കാണുന്നതിനും ഇതിൽ പങ്കാളികളാകുന്നതിനുമായി വലിയ ഭക്തജന സംഗമം തന്നെയല്ലേ അവിടെയുള്ളത്? തീർച്ചയായിട്ടും കൽപ്പാത്തിയിൽ അഗ്രഹാര വീഥികളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ കൽപ്പാത്തിയിലേക്ക് ഒഴുകി എത്തുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഏതായാലും കൽപ്പാത്തി അഗ്രഹാര വീഥികളിൽ ഇനി അല്പസമയത്തിനകം തന്നെ ദേവരഥപ്രയാണം ആരംഭിക്കും. ആ രഥപ്രയാണത്തിനോട് അനുബന്ധിച്ച് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഓരോ രഥങ്ങളായി ഇങ്ങനെ പ്രയാണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കൽപ്പാത്തിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 2 രഥങ്ങളായിരുന്നു കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിൽ രഥപ്രയാണത്തിനായി ഉണ്ടായിരുന്നത്. അതായത് രാവിലെ ആദ്യം ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെ രഥമായിരുന്നു അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തിയത്. തൊട്ട് പിന്നാലെ ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയുടെ രഥവും അഗ്രഹാര വീഥികളിലേക്ക് പ്രയാണത്തിനായി എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ഈ 2 ദേവതകളുടെയും രഥപ്രയാണത്തിന് ശേഷം സാഹചര്യമുണ്ടായി. ഏതായാലും ഈ 2 ദേവതകളുടെയും രഥപ്രയാണത്തിന് ശേഷം രാവിലത്തെ രഥപ്രയാണം, അതായത് ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയുടെ രഥം ആ ക്ഷേത്രത്തിന് കുറച്ച് മുന്നിലായിട്ട് വലിച്ച് നിർത്തുകയായിരുന്നു ചെയ്തത്. ഒപ്പം തന്നെ ചാത്തപുരത്തെ പ്രസന്ന മഹാഗണപതിയുടെ രഥവും സമാന രീതിയിലായിരുന്നു. ക്ഷേത്രത്തിന് ഏകദേശം ഒരു 500 മീറ്ററോളം മുൻവശത്തേക്ക് വന്ന് നിൽക്കുകയായിരുന്നു ചെയ്തത്. ഇനി ഈ കൽപ്പാത്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രഥങ്ങൾ ഓരോന്നായിട്ട് അഗ്രഹാര വീഥികളിലൂടെ ഉരുണ്ട് നീങ്ങി അങ്ങനെ ഞാൻ നിൽക്കുന്ന തേരുമുട്ടിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. ആ സമയത്ത് അത് ഏകദേശം ഒരു 6 മണിയാവും ആ രഥങ്ങൾ ഓരോന്നായി ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഏതായാലും ഇപ്പോൾ അതിന് മുൻപായിട്ട് ഓരോ രഥങ്ങളായിട്ടുള്ള പ്രയാണം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം ചാത്തപുരത്തും അതുപോലെ തന്നെ തൊട്ട് പിന്നാലെ ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയുടെ രഥവും അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തുമെന്നുള്ളതാണ്. അതെ, അത് മാത്രമല്ല അരുൺ, ഈ ദേവരഥങ്ങൾ വലിക്കാൻ സാധിക്കുന്നത് തന്നെ അവിടെ സന്നിഹിതരായിരിക്കുന്നവരുടെ ഭാഗ്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെയൊക്കെ അരുണിനോട് പ്രതികരിച്ചവർ പറയുകയുണ്ടായി, പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവരാണ്, അവരൊക്കെ ലീവ് എടുത്ത് തന്നെയാണ് ഇന്നത്തെ ഈ പുണ്യദിനത്തിൻ്റെ ഭാഗമാകുന്നത്. അതിനായി അവരെല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കൽപ്പാത്തി രഥോത്സവം എന്നുള്ളത് ഈ ഒരു ദിവസം
നമുക്ക് ഏറ്റവും പ്രധാനം ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് നമുക്കറിയാം, ഒരു വർഷത്തിൽ 363 ദിവസങ്ങളിലും ഭക്തർ ക്ഷേത്രങ്ങളിൽ നേരിട്ട് ചെന്നാണ് ദേവീദേവന്മാരെ ദർശിക്കുന്നത് എങ്കിൽ ഈ കൽപ്പാത്തി രഥോത്സവ ദിവസം ആ ദേവതകളൊക്കെ അവരുടെ വീട്ടുമുറ്റത്തേക്ക്, അതായത് 3 ദിവസങ്ങളിലായിട്ട് 14, 15, 16 തീയതികളിലായി നടക്കുന്ന ഈ 3 ദിവസങ്ങൾ, നവംബറിൽ എല്ലാ വർഷവും ഈ 3 ദിവസങ്ങളിൽ ദേവീദേവന്മാർ അവരുടെ വീട്ടുമുറ്റത്തേക്ക് അനുഗ്രഹം ചൊരിയുന്നതിനായി എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കൽപ്പാത്തി രഥോത്സവം മറ്റ് ഉത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതും അതിൽ തന്നെയാണ്. ആ ദേവീദേവന്മാർ അനുഗ്രഹം ചൊരിയുന്നതിനായി ഓരോ വീട്ടുമുറ്റത്തേക്ക് എത്തുമ്പോൾ അതിൽ പരം സന്തോഷം മറ്റെന്താണ് എന്നുള്ളത് തന്നെയാണ് ഓരോ വിശ്വാസികളും പറയുക. ഒപ്പം തന്നെ ഈ രഥങ്ങൾ അതിൻ്റെ ഉള്ളിലെ കൊത്തുപണികളും മറ്റുമൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ രഥത്തിലും എല്ലാ ദേവീദേവന്മാരുടെയും രൂപങ്ങളും മറ്റുമൊക്കെ അതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അത് അത്രത്തോളം വിശിഷ്ടമാണ് ഈ രഥങ്ങൾ. ആ രഥങ്ങളൊന്ന് വലിക്കുന്നത്, അതൊന്ന് തൊട്ട് തൊഴുതുന്നത്, ഇതൊക്കെ വളരെ പ്രധാനം അർഹിക്കുന്ന കാര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ വലിയ അവർ അതിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും ഈ അഗ്രഹാര വീതികളിലെ തിരക്ക് കൂടെ നമുക്കൊന്ന് കാണിക്കാം. നമ്മളുടെ കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കൽപ്പാത്തിയിലേക്ക് എത്താൻ പറ്റാത്ത ആളുകൾക്കൊക്കെ കാണാൻ സാധിക്കും എന്തുമാത്രം തിരക്കാണ് ഇവിടെ എന്നുള്ളത്. വിവിധ നാടുകളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ കൽപ്പാത്തിയിലെ അഗ്രഹാര വീതികളിലേക്ക് ഒഴുകി എത്തുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഓരോ വർഷം കഴിയും തോറും തിരക്ക് ഇങ്ങനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓരോ ജില്ലകളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശികളടക്കമുള്ള ആളുകൾ ഇങ്ങനെ കൽപ്പാത്തിയിലേക്ക് ഈ ഒരു ദിവസത്തേക്ക് ഒഴുകി എത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എല്ലാവർക്കും ഒരേ ഒരു കാര്യം, അത് ഈ കൽപ്പാത്തി രഥോത്സവത്തിനെത്തി ഈ ദേവരഥങ്ങളൊന്ന് വലിക്കാൻ സാധിക്കുക, ആ ദേവരഥങ്ങളെ ഒന്ന് തൊട്ട് തൊഴുതാൻ സാധിക്കുക, ഇതൊക്കെയാണ് ഓരോരുത്തരും അതിനുവേണ്ടിയാണ് അഗ്രഹാര വീതികളിലേക്ക് എത്തുന്നത്. ഒപ്പം ഈ ആചാരങ്ങളും അതിൻ്റെ സംസ്കാരവും അതിൻ്റെ ആ തനിമയും ഒക്കെ ഒന്ന് നേരിൽ കണ്ട് അതൊക്കെ ആസ്വദിക്കുക, അതൊക്കെ ഒന്ന് അനുഭവിക്കുക, ഇതൊക്കെ ഇവിടെ എത്തുന്ന ഓരോ ആളുകളുടെയും ലക്ഷ്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്ന കാര്യം എന്നുള്ളത് രഥപ്രയാണമാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ രഥപ്രയാണം ആരംഭിക്കും. ആദ്യം ചത്തപ്പുരം പ്രസന്ന മഹാഗണപതിയുടെ രഥവും തൊട്ട് പിന്നാലെ ആയിട്ട് ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമിയുടെ രഥവുമാണ് അഗ്രഹാര വീതികളിലൂടെ പ്രയാണം നടത്താൻ പോകുന്നത്. ആ അഗ്രഹാര വീതികളിലൂടെ ഈ 2 രഥങ്ങളും പ്രയാണം ആരംഭിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റ് രഥങ്ങളും പ്രയാണം ചെയ്യാനായി കാത്തിരിക്കുന്നുണ്ട്. അത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടേതാണെങ്കിലും അതല്ലെങ്കിൽ വള്ളി ദേവാനി സമേത സുബ്രഹ്മണ്യ സ്വാമിയുടേതാണെങ്കിലും ഗണപതിയുടെ ആണെങ്കിലും ഒക്കെ രഥം ഇനിയിപ്പോൾ അഗ്രഹാര വീതികളിൽ പ്രയാണം നടത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ആ രഥങ്ങൾ ഇങ്ങനെ അഗ്രഹാര വീതികളിലൂടെ പ്രയാണം ആരംഭിക്കും. അപ്പോൾ ഓരോ രഥങ്ങളും വലിക്കുന്നതിന് വേണ്ടി ഓരോ രഥങ്ങൾക്ക് മുൻപിലും മഹാദേവനും അതുപോലെ തന്നെ ഗണപതിക്കും സുബ്രഹ്മണ്യനും ലക്ഷ്മി നാരായണ പെരുമാളിനുമൊക്കെ സ്തുതിക്കുന്നതിന് വേണ്ടി അവർക്കൊക്കെ ജയ് വിളിച്ചുകൊണ്ട് ഒരുപാട് വിശ്വാസികൾ ഇവിടെ തടിച്ചുകൂടും. ഏതായാലും ആ രഥങ്ങളെല്ലാം ഇങ്ങനെ നടന്ന് അതൊക്കെ ഈ അഗ്രഹാര വീതികളിലൂടെ കടന്ന് ഈ തേരുമുട്ടിയിലേക്ക് എത്തുന്ന ഒരു നിമിഷം, അതുതന്നെയാണ് ഏറ്റവും ആകർഷണമായിട്ടുള്ള കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും ആകർഷണമായിട്ടുള്ള സമയം എന്നുള്ളത്. ആ സമയത്ത് 5 രഥങ്ങളാണ് ഇവിടെ ഒരുമിച്ച് സംഗമിക്കുക. ഇപ്പോൾ തൊട്ടപ്പുറത്ത് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട ആ രഥം അത് മന്തക്കര മഹാഗണപതിയുടെ രഥമാണ്. മന്തക്കര മഹാഗണപതിയുടെ രഥം ആ ഒരു ദേവരഥ സംഗമ സമയത്ത് ആ രഥം ഉണ്ടാവില്ല. കാരണം മറ്റ് 5 രഥങ്ങൾ ഈ തേരുമുട്ടിയിലേക്ക് എത്തുന്ന വേളയിൽ ഈ രഥം ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് തിരികെ പോകും. അങ്ങനെ 5 രഥങ്ങൾ ഒരുമിക്കുന്ന ഒരു സമയം, അതാണ് ഈ കൽപ്പാത്തിയിലെ ഇന്ന് വൈകിട്ടത്തെ ഏറ്റവും ആകർഷണമായിട്ടുള്ള സമയം. ആ സമയത്ത് എല്ലാ ദേവീദേവന്മാരെയും ഒരുമിച്ച് കാണാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഈ ഓരോ രഥങ്ങളായിട്ട് ഇങ്ങനെ വരുന്നു, അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ ആളുകൾ. അതെ, തീർച്ചയായിട്ടും. അതായത് ദേവീദേവന്മാരെ കാത്തിരിക്കുന്ന ആ നിമിഷം എന്താ ചോദിച്ചാൽ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം ചൊരിയണമെന്നാണ്. ഈ ഒരു കൊല്ലത്തിൽ ഞങ്ങൾ വിദേശികളായാലും ശരി, തമിഴ്നാട്ടിൽ നിന്ന് എല്ലാവരും ഞങ്ങളുടെ ഇവിടുന്ന് ആൾക്കാർ പോയാലും ഈ രഥോത്സവം കാണാൻ വേണ്ടിയിട്ട് എന്ത് തിരക്കുണ്ടെങ്കിലും ഈ രഥോത്സവം ഈ 3-ാം തീയതി ദിവസം കാണാൻ പറ്റും. പക്ഷേ ഈ 6-6:30 രഥസംഗമം നടക്കുന്ന സമയത്ത് നമുക്ക് ശബരിമലയിൽ മകരജ്യോതി എങ്ങനെയോ അതേമാതിരിയാണ് ഇവിടുത്തെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സംഗമം. ആ സമയത്ത് ആകാശത്ത് ഈ ഗരുഡ ഭഗവാനും കൂടെ വരുന്നതാണ് ശാസ്ത്രം പറയുന്നത്. അതേ എനിക്ക് ചുരുക്കി പറയാനുള്ളൂ. ഈ കൽപ്പാത്തിക്ക് നമ്മൾ നിൽക്കുന്നത് പുതിയ കൽപ്പാത്തി, അവിടെ പഴയ കൽപ്പാത്തി, ഈ പേരുകളൊക്കെ എങ്ങനെയാണ് വന്നത്? അതിനെക്കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് ഇത് പഴയ കൽപ്പാത്തിയിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഞങ്ങളൊക്കെ തമിഴ്നാട്ടുകാരാണെന്നാണ് പറയുന്നത്.
മായപുരം, തഞ്ചാവൂർ, പാലക്കാട് രാജാവ് ഞങ്ങളെ പൂജയ്ക്കായിട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് ചരിത്രം. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്നാലും എനിക്ക് ഓർമ്മ, ഞാൻ ഇതേ നാട്ടുകാരൻ തന്നെയാണ്. എനിക്ക് ഓർമ്മ വെച്ച മുതൽ ഈ ഉത്സവം ഞങ്ങളെ രാജാവ് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഉത്സവത്തിന് കണക്കാക്കും. ഞങ്ങൾ മായപുരത്ത്, ഇവിടുത്തെ ഉത്സവമല്ല, കേരളീയ ഉത്സവമല്ല, ഞങ്ങൾ മായപുരം മയിലാടുതുറ എന്ന് പറയും. അവിടുത്തെ ഉത്സവത്തിന് കണക്കാക്കിയിട്ടാണ് ഇവിടെ ഉത്സവം കൊണ്ടാണ്. ഈ സമയത്ത് തന്നെ അവിടെയും ഉത്സവം. അപ്പോൾ ഞങ്ങൾ ഈ നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ക്ഷേത്ര ഭാരവാഹികളടക്കം ഈ 4 അഗ്രഹാരം ഒത്തുചേർന്നിട്ടുള്ള ഉത്സവമാണ്. ഏകോപിച്ച് ഉത്സവം ചെയ്ത് ആദ്യം ഞങ്ങൾ പത്രിക സമർപ്പണം മായപുരത്ത് പോയിട്ട് മയൂരനാഥനെ കണ്ട് വണങ്ങി അവിടെ നിന്ന് അവിടുത്തെ ഭാരവാഹികളോട് ഞങ്ങളുടെ കൽപ്പാത്തി നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇവിടെ വരും. അതാണ് ഇവിടുത്തെ ഉത്സവം. ഇതേ സമയത്താണ് അവിടെയും ഉത്സവം മായപുരത്ത്. ഈ ഉത്സവം എനിക്ക് ഓർമ്മ വെച്ച മുതൽ എനിക്കിപ്പോൾ 63 വയസ്സായി. ഈ ഉത്സവം അന്ന് കാണാൻ തുടങ്ങിയത് കാട്ടിലും ഇന്ന് എന്താ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്താ വെച്ചാൽ കൽപ്പാത്തിയിൽ അത്രയും ഒരു ഇതാണ്. പക്ഷേ എല്ലാ ദിക്കിലും ഉത്സവം കഴിഞ്ഞാൽ ഉത്സവപ്പറമ്പ് ശൂന്യമാകും. ഇവിടെ അങ്ങനെ വരുന്നില്ല. നാളത്തെ ദിവസം ഏകോപിച്ച് വൃശ്ചികം 1-ാം തീയതി മഹാദേവൻ്റെ അവിടെ എന്താ പറയുന്നു വിചാരിച്ചാൽ മാലയിടലുണ്ട്. എല്ലാം ഏകോപിച്ച് ഒരേ മനസ്സോടുകൂടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ശബരിമലയ്ക്ക് മാലയിടലാണ് ഇവിടെ. അത് കഴിഞ്ഞാൽ തേര് കഴിഞ്ഞാലും ആ തേരിൻ്റെ ഒരു ധനു വരെ ഇവിടെ ആ ഉത്സവത്തിൻ്റെ പ്രതിച്ഛായ ഉണ്ടാവും. ഉത്സവപ്പറമ്പ് ശൂന്യമായിട്ടല്ല ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ആകർഷണങ്ങൾ, മുഖ്യ ആകർഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ആ രഥം ഇങ്ങനെ എഴുന്നള്ളി വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ, അതിൻ്റെ ആ ഒരു ഭംഗി, അതിൻ്റെ ആ വിശ്വാസം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണെങ്കിൽ മറുവശത്ത് ഈ ദേവീദേവന്മാരെ അതിരാവിലെ ആനപ്പുറത്ത് എഴുന്നള്ളി ഇന്ന് രാവിലെ ഉണ്ടായ ചടങ്ങ് എന്ന് പറയുമ്പോൾ ആദ്യം വിശാലാക്ഷി സമേത വിശ്വനാഥനെ കണ്ട് വണങ്ങി അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ഓരോ ദേവതകളും ഈ രഥത്തിലേക്ക് കയറുന്നത് എന്നുള്ളതാണ്. ആ രഥത്തിൽ ഏറി രഥപ്രയാണം ആരംഭിക്കുന്നത് അത്തരത്തിലാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഏതായാലും കൽപ്പാത്തി എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രാമം, ആ ഗ്രാമത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ച വളരെ പ്രായമായ ഈ കൽപ്പാത്തിക്കാരനായ വ്യക്തി അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കൽപ്പാത്തി എന്നുള്ള നാടുണ്ടാവുന്നതിൻ്റെ ചരിത്രം കൂടെ നമുക്ക് നോക്കുന്ന സമയത്ത് കൽപ്പാത്തിയിലേക്കുള്ള ഇവിടുത്തെ ആളുകൾ അത് കൂടുതലും തമിഴ് ബ്രാഹ്മണരാണ്. ഈ തമിഴ് ബ്രാഹ്മണർ തമിഴ്നാട്ടിലെ മയിലാടുതുറയിലെ മയൂരനാഥ ക്ഷേത്ര പരിസരം ആ ഭാഗത്തുണ്ടായി ജീവിച്ചിരുന്ന ആളുകളാണ്. അവരവിടെ നിന്നും പൂജകൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായി പാലക്കാട് രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അവർ പാലക്കാട്ടേക്ക് എത്തുന്നത്. അങ്ങനെ പാലക്കാട് രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പാലക്കാട്ടേക്ക് എത്തിയ ആ തമിഴ് ബ്രാഹ്മണ സമൂഹം കൽപ്പാത്തി പുഴയുടെ അരികിൽ അവർ കൽപ്പാത്തി എന്ന് പറയുമ്പോൾ ഈ ഒരു വീടുകൾ, ഇവിടുത്തെ നമുക്ക് ഓരോ വീടുകളും കാണാൻ സാധിക്കും, അഗ്രഹാരങ്ങളാണ്. അതായത് ഒരു തെരുവിൻ്റെ അഗ്രത്തിൽ ഒരു ഹാരം പോലെ, മാലകൾ പോലെ വീടുകൾ കോർത്തിണക്കിയിട്ടുള്ള രീതിയിലുള്ള ഭാഗം, അതിനെയാണ് അഗ്രഹാരം എന്ന് പറയുന്നത്. അങ്ങനെ അഗ്രഹാരം എന്ന തരത്തിൽ വീടുകൾ വെച്ച് അവർ ഒരു സമൂഹമായി ജീവിച്ചു തുടങ്ങി. അവർ അന്ന് അവിടെ ആഘോഷിക്കുന്ന ആഘോഷം, ആ ആഘോഷം അതിൻ്റെ മാറ്റ് ഒറ്റും ചോരാതെ തന്നെ ഇവിടെയും ആഘോഷിച്ചു തുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ അത് പിന്നീട് ഓരോ വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ മാറ്റ് കൂടി വന്നു. ഇപ്പോൾ അത് ലോക ശ്രദ്ധയിലേക്ക് തന്നെ എത്തി. കൽപ്പാത്തി രഥോത്സവം എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ആളുകൾ വിവിധ നാടുകളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നത്. അതിൻ്റെ ആ ഒരു സാംസ്കാരിക മൂല്യങ്ങൾ, തനിമ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിൻ്റെയൊക്കെ ഓരോ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓരോ വർഷം കഴിയുന്തോറും കൽപ്പാത്തി രഥോത്സവത്തിന് തിരക്കിങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ട്. കഴിഞ്ഞ വർഷം എന്തായിരുന്നു തിരക്കെങ്കിൽ ഇത്തവണ അതിനേക്കാൾ ഒരുപടി മുകളിൽ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കൽപ്പാത്തി രഥോത്സവത്തിനെ സംബന്ധിച്ചിടത്തോളം രഥോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ ഏതാണ് എന്നുള്ളൊരു ചോദ്യം കൂടെ വരും. അതിൽ ഏറ്റവും പ്രധാനം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ ആ ഒരു ക്ഷേത്രം എന്നുള്ളത്, ആ ക്ഷേത്രം ഏകദേശം 700 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. 700 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ദർശിക്കുകയാണെങ്കിൽ കാശിയിൽ പാതി കൽപ്പാത്തി എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അതായത് കാശിയിൽ നമ്മൾ ദർശനം നടത്തുന്നതിൻ്റെ പാതി ഒരു അനുഗ്രഹം അത് തന്നെയാണ് ഈ കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസപ്പൊരുൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രവും അതിൻ്റെ ആ ഒരു ജ്യോതിർലിംഗവും അത് പണ്ട് ഈ കൽപ്പാത്തിയിൽ നിന്നും കാശിയിലേക്ക് പോയ ഒരു
വൃദ്ധയായ സ്ത്രീ അവിടെ നിന്നും കൊണ്ടുവന്ന ഒരു ലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്, വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിനും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഈ കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രവും വളരെയേറെ ശ്രദ്ധേയമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഓരോ ഘടകങ്ങളും ആ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രമാണ് എന്നുള്ളതാണ്. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു ഉത്സവത്തിന്, എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ഉത്സവത്തിനും 4 വേദങ്ങളും ചൊല്ലുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. കാരണം ഈ കൽപ്പാത്തി രഥോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ അഗ്രഹാരത്തെ ഓരോ ക്ഷേത്രങ്ങളിലും ഈ 4 വേദങ്ങളും ചൊല്ലും എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കൽപ്പാത്തിയിൽ ഇപ്പോൾ തേരുമുട്ടിയിൽ ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും തിരക്കിങ്ങനെ വർദ്ധിക്കുന്നു, തിരക്കിങ്ങനെ അധികരിക്കുന്നു. ആളുകൾ വിവിധ നാടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ എൻ്റെ പുറകിലൊക്കെ കാണാൻ സാധിക്കും. എവിടെ നിന്ന് വരികയാണ് ചേട്ടാ? ഞാൻ മണ്ണാർക്കാടാണ്. എപ്പോഴും വരാറുള്ളതാണ്? എപ്പോഴും വരാറ്, എല്ലാ കൊല്ലം വരാറുണ്ട്. എന്താണ് കൽപ്പാത്തി രഥോത്സവത്തിന് ഇങ്ങനെ എല്ലാ വർഷവും വരുന്നതിന് നിങ്ങളെ ആകർഷിക്കുന്ന ഘടകം എന്താണ്? ആകർഷിക്കുന്നത് ഒരുപാട് സന്തോഷം, മനസ്സിൽ സന്തോഷം. ഒരുപാട് സന്തോഷം എല്ലാവരുടെയും. തിരൂര് എങ്ങനെയുണ്ട് രഥോത്സവം? ആദ്യമായിട്ട് വരും. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസും? നല്ല പരിപാടിയാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നത്. തിരുവനന്തപുരത്തിന് വരും. അല്ല, ഞങ്ങൾ എല്ലാ വർഷം വരുന്നത് തന്നെ. നല്ല പരിപാടി തന്നെ. നമ്മൾ 4-5 ആൾക്കാർ എല്ലാ വർഷം വരുന്നത് തന്നെ. എന്തുകൊണ്ടാണ് ഓരോ വർഷവും കാഴ്ചകൾ തന്നെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്. പിന്നെ പരിപാടികളെല്ലാം ഗംഭീരം തന്നെയല്ലേ, അതിന് കാരണം വരുന്നത്. എവിടെ നിന്ന് വരികയാണ്? ഞങ്ങൾ ചേലക്കര നിയോജകമണ്ഡലം രാധാകൃഷ്ണൻ്റെ നാട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഒരു വർഷത്തിനുള്ളിൽ മറുപടി കിട്ടുന്ന ഒരു നല്ലൊരു ക്ഷേത്രമാണ് ഇവിടെ. ഇവിടെ ദർശനം നടത്തുമ്പോൾ പ്രാർത്ഥനകൾ കൂടെ വ്യക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാവുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. രാവിലെ നേരത്തെ വരുമോ? എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ദർശനമൊക്കെ നടത്തും? ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളും ദർശനം നടത്തി ഇവിടെയാണ് ലാസ്റ്റ് വന്ന് രഥം വലിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകും. അതുതന്നെയാണ്. ഏതായാലും ഒരുപാട് പേരുണ്ട്. എങ്ങനെയുണ്ട് ഈ കൽപ്പാത്തി രഥോത്സവം? അടിപൊളിയായിരുന്നു. എല്ലാ വർഷവും വരാറുണ്ട്. കോഴിക്കോട് നിന്ന് വരികയാണ്. അച്ഛൻ്റെ വീടാണ് ഇവിടെ. പിന്നെ എന്താ പറയുക, കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. അപ്പോൾ വളരെ സന്തോഷം. പിന്നെ സദ്യ എല്ലാം ഉണ്ട്. ദർശനം നടത്തി? ക്ഷേത്രങ്ങൾ ദർശനം നടത്തി. 5 ക്ഷേത്രങ്ങൾ ദർശനം നടത്തി. അപ്പോൾ എല്ലാ രഥങ്ങളും കൂടി ഒരുമിച്ച് വൈകുന്നേരങ്ങൾ സംഗമിക്കുക. അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. വന്നിട്ടുണ്ടോ? അത് ആദ്യമായിട്ടാണോ? ഞാൻ എല്ലാ വർഷവും വരാറുണ്ട്. ഇവിടെ തന്നെ അടുത്തന്നെയാണ് വീട്. ഏതായാലും അങ്ങനെ വിവിധ നാടുകളിൽ നിന്നുള്ള ആളുകളാണ് സംസാരിച്ചത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകൾ സംസാരിച്ചു, തിരൂരിൽ നിന്ന്, മലപ്പുറത്ത് നിന്നുള്ള ആളുകൾ സംസാരിച്ചു. അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നുള്ള ആളുകളാണ്. എനിക്ക് ചുറ്റുമുള്ളത് പാലക്കാട്ടുകാർ മാത്രമല്ല, കൽപ്പാത്തിക്കാർ മാത്രമല്ല, കേരളം മുഴുവനാണ് എൻ്റെ ചുറ്റും ഇങ്ങനെ തിങ്ങി വിങ്ങി നിൽക്കുന്നത്. അവർ ഓരോരുത്തരുമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അവരുടെയൊക്കെ ഓരോ വാക്കുകൾ നമ്മൾ കേട്ടു. കാരണം അതിരാവിലെ വന്ന് ഓരോ ക്ഷേത്രങ്ങൾ, 5ഓളം ക്ഷേത്രങ്ങളിൽ പോയി അവിടെയൊക്കെ ദർശനം നടത്തി, സദ്യ ഉണ്ടു, അത് കഴിഞ്ഞ് രഥങ്ങൾ തൊഴുതു, രഥങ്ങൾ വലിച്ചു. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ പറയുന്നത്. ഏതായാലും അഗ്രഹാരത്തിലെ ഈ ഒരു തിരക്ക് അത് ഇങ്ങനെ വർദ്ധിച്ച് ഓരോ നിമിഷം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. തൊട്ട് എങ്ങനെയാണ്? മലപ്പുറത്ത് ആദ്യമായിട്ട് വരുവാണോ? ആദ്യമായിട്ട് വരുവാണ്. എങ്ങനെയുണ്ട് കൽപ്പാത്തി? അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല വൈബാണ്. ഇതിനു മുമ്പ് ഇങ്ങനൊരു ക്ഷേത്രവും ദർശനവും അതുപോലെ തന്നെ ഉത്സവത്തിലൊക്കെ പങ്കെടുത്തു? ഞാൻ ഇതിന് മുന്നേ പങ്കെടുത്തില്ല, പക്ഷേ ഇപ്പോൾ ഇവിടെ ഇതൊരു വ്യത്യസ്ത അനുഭവമാണ്. അത് തന്നെയാണ്. ഏതായാലും വളരെ വ്യത്യസ്ത അനുഭവമാണ് എന്നുള്ളതാണ്. നമുക്കൊന്ന് കുറച്ചൊന്ന് ക്യാമറ നന്നായി ഉയർത്തിയാൽ കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്, ഞാൻ നിൽക്കുന്നത് തേരുമുട്ടിയിലാണ്, വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ മുന്നിലാണ്. അവിടെ നിന്നും അങ്ങ് ദൂരെ കാണുന്നതാണ് മന്തക്കര മഹാഗണപതിയുടെ ക്ഷേത്രം. ആ ക്ഷേത്രം വരെ അഗ്രഹാരത്തിൽ എത്രമാത്രം തിരക്കാണ് അനുഭവപ്പെടുന്നത്, എങ്ങനെയാണ് ആളുകൾ തിങ്ങി വിങ്ങി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത്രയേറെ ആളുകളാണ് ഇവിടെ മാത്രം കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഇനി അടുത്ത ഓരോ അഗ്രഹാരങ്ങളുണ്ട്. അതായത് ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയുടെ ആ ഒരു അഗ്രഹാരം പഴയ കൽപ്പാത്തി ഭാഗമുണ്ട്. ഇതിപ്പോൾ പുതിയ കൽപ്പാത്തി മാത്രമാണ് നമ്മൾ കാണുന്നത്. പഴയ കൽപ്പാത്തിയിലെ അഗ്രഹാരമാണെങ്കിലും ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതിയുടെ ആ രഥം വരുന്ന വഴിത്താരകളാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇത്രത്തോളം തിങ്ങി വിങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ്. എവിടെ നിന്ന് വരികയാണ്? എറണാകുളം. ആദ്യമായിട്ട് വരികയാണോ? അതെ. എങ്ങനെയുണ്ട് ഈ ഒരു? നല്ല തിരക്കുണ്ട് ഇന്നിപ്പോ, ഞായറാഴ്ച ആയതുകൊണ്ട്. ഇതിന് മുൻപ് വന്നിട്ടില്ല അല്ലേ? ആദ്യം ഫസ്റ്റ് ടൈം വരും. മറ്റു ഉത്സവങ്ങളിൽ നിന്നൊക്കെ എന്താണ് ഇവിടെ നിങ്ങളെ ആകർഷിക്കുന്നത്? അല്ല, ഈ തേര് ഇതൊക്കെ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നാണ്. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. മലപ്പുറത്തുനിന്ന് വരുന്നത്, തിരുവനന്തപുരത്ത്. നല്ല വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉള്ളത്. ഏതായാലും
ഒരുപാട് ആളുകൾ, സ്ത്രീകളും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. ചിത്രീകരണമൊക്കെ നടക്കുന്നുണ്ട്. നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഓ പിന്നെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നേ, ആദ്യമായിട്ടാണ് ഈ പരിപാടി അറ്റൻഡ് ചെയ്യണത്. വളരെയധികം സന്തോഷമുണ്ട്. ആള് എൻ്റെ ഫ്രണ്ടാണ്, ഇവർ രണ്ടാളും എൻ്റെ ഫ്രണ്ട്സാണ്. ആള് ഈ നാട്ടുകാരിയാണ്, കൽപ്പാത്തി സ്വദേശിയാണ്, ജനിച്ചു വളർന്നതൊക്കെ കൽപ്പാത്തിയിലാണ്. അപ്പോൾ എന്നെക്കാൾ കൂടുതൽ ചിലപ്പോൾ ആൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഫോട്ടോ ക്യാമറ പിടിച്ചേക്കും. എന്താണ് ഈ കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സും മറ്റും വളരെയധികം കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ചടങ്ങ് തുടങ്ങാൻ പോകണല്ലോ. ഇനി ചടങ്ങ് തുടങ്ങി കഴിഞ്ഞെന്ന് വെച്ചാൽ അത് ഓരോന്നോരോന്ന് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പകർത്തിയിട്ട് വേണം. അത് മനസ്സിന് സന്തോഷം. എങ്ങനെയാണ് കൽപ്പാത്തിക്കാരിക്ക് കൽപ്പാത്തി രഥോത്സവം എത്രമാത്രം പ്രധാനപ്പെട്ട? ഞാൻ കഴിഞ്ഞ വർഷം മിസ് ചെയ്തായിരുന്നു, പക്ഷെ ഇവിടെ സ്ഥലത്ത് ഉണ്ടായില്ല. അപ്പൊ ഇത്തവണ എന്തായാലും മിസ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്നലെയും മിനിയാന്നും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് അവസാനത്തെ ദിവസമാണ്. അവസാനത്തെ രഥസംഗമം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്താണ് നിങ്ങളെ ഈ കൽപ്പാത്തി രഥോത്സവത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഘടകങ്ങൾ? മെയിനായിട്ട് രഥം സംഗമിക്കുന്നത് കാണണം. അതാണ് മെയിനായിട്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ഉള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള മേളം, ഇതൊക്കെയാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. അഗ്രഹാരത്തിൽ തന്നെയാണോ വീട്? അല്ല, അംബികാപുരത്താണ്. അഗ്രഹാരത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട്. അഗ്രഹാരത്തേക്ക് ഓരോ രഥങ്ങളും വീട്ടുമുറ്റത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു ഐശ്വര്യമുള്ള കാര്യമല്ലേ? കാരണം നമ്മൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതണം അല്ലേ? അതെ അതെ. ഇത് ദൈവം നമ്മളുടെ അടുത്തേക്ക് ബ്ലെസ്സിങ്സ് തരാൻ വേണ്ടി വരുന്ന പോലെ, അങ്ങനെ ഒരു വിശ്വാസമാണുള്ളത്. അതുതന്നെയാണ്. ഏതായാലും കൽപ്പാത്തിക്കാർ മാത്രമല്ല, നേരത്തെ കൽപ്പാത്തിക്കാർക്കൊക്കെ പലർക്കും ഇവിടെ എത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ സങ്കടമാണ്. ഈ കൽപ്പാത്തിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൽപ്പാത്തിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് കൂടുതലും വിദേശത്തും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ചെന്നൈയിലാണെങ്കിലും ബാംഗ്ലൂരിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലാണെങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവിടെ അധികവും ഉള്ളത്. അവർ പക്ഷേ എപ്പോഴും എവിടെയൊക്കെ ആണെങ്കിലും ഏതൊക്കെ നാട്ടിലാണെങ്കിലും ഈ രഥോത്സവ ദിവസം അവർ അങ്ങനെ കൽപ്പാത്തിയിലേക്ക് എത്തും എന്നുള്ളതാണ്. പലപ്പോഴും അത് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് വലിയ മനപ്രയാസമായിരിക്കും എന്നുള്ളതാണ് നേരത്തെ സംസാരിച്ച ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രഥോത്സവം എന്നുള്ളത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രഥോത്സവത്തിന് കൊടിയേറി കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഈ ഒരു സമയത്ത് പ്രത്യേക കാറ്റ് തന്നെയുണ്ട്. അതായത് തേർക്കാറ്റ് എന്നാണ് അതിന് പറയുക. ഈ കാലാവസ്ഥ കൂടെ മാറും. അത്രയും കാലം മഴയും മറ്റുമൊക്കെ ആയിട്ടുള്ള കാലാവസ്ഥയാണ് പാലക്കാടിലെങ്കിൽ പിന്നീട് രഥോത്സവത്തിന്റെ സമയത്ത് എത്തുമ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് പുതഞ്ഞ് പിന്നീട് കാറ്റും കൂടെ, കിഴക്കൻ കാറ്റ് എന്നും തേരിക്കാറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന കാറ്റും കൂടെ അടിക്കുന്ന ഒരു പ്രത്യേക കാലാവസ്ഥ. ആ കാലാവസ്ഥയിലാണ് ഈ ഉത്സവം ഇവിടെ ഉണ്ടാവുന്നത്. ആ ഉത്സവ സമയത്തുണ്ടാവുന്ന അതിരാവിലെ എഴുന്നേറ്റ് ഏകദേശം 10 ദിവസം സംഗീത പരിപാടികൾ, അതുപോലെ തന്നെ വിവിധ നൃത്ത പരിപാടികൾ, ക്ഷേത്രത്തിലെ വേദപാരായണം, അതോടൊപ്പം വാദ്യങ്ങൾ, വിവിധ വാദ്യമേളങ്ങൾ, ഇതൊക്കെ ഒപ്പം ഏറ്റവും പ്രധാന ആകർഷണമായ. ശരി അരുൺ, എന്തായാലും വരും മണിക്കൂറുകളിലേക്കും അരുണിലേക്ക് എത്താം. ഒപ്പം തത്സമയ ദൃശ്യങ്ങളിലേക്കും. ലോകപ്രസിദ്ധമായ കൽപ്പാത്തി ദേവരഥ സംഗമമാണിന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്നത്. ഭക്തരുടെ ഒരു ഒഴുക്ക് തന്നെയാണ് അഗ്രഹാര വീഥികളിൽ നമ്മൾ കണ്ടത്.